Next is that what are the important criticism of Kerala model? ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ക്രിറ്റിക്കലി ഇവാലുവേറ്റ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. അത് ആ ഫീച്ചേഴ്സ് തന്നെയാണ് കേരള മോഡലിന്റെ അച്ചീവ്മെന്റ് എന്താണെന്ന് പറയും. അപ്പോൾ നമ്മൾ അതിന്റെ ഹിസ്റ്ററിയാണ് ആദ്യം നമ്മൾ പറഞ്ഞ 1970 KN രാജു കൊണ്ടുവന്നു. CDSൽ ഒരു സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടാണ് KN രാജു പറഞ്ഞത് കേരളത്തിന്റെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസിൽ കൂടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ള പേര് പ്രചാരത്തിൽ വന്നു എന്നുള്ളത്. ഇനി അതിൽ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ അനലൈസ് ചെയ്ത് തന്നെയാണ് അച്ചീവ്മെന്റ്സ് ആയിട്ട് പറയാം. What are the important demerits or criticism of Kerala model of development? The important criticism are: one is that a consumer state, second, growth result from foreign remittances, third, increasing inequality, next, low level of industrial growth, increasing unemployment, neglect of higher education, gender equality, aging population, brain drain. These are the important criticism of Kerala model. അപ്പോൾ if you got a question like what about the Kerala development paradox? കേരള ഡെവലപ്മെന്റ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിഭാസം അല്ലേ, കേരള വികസനത്തിന്റെ ആ ഒരു വിരോധാഭാസമാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഒരു വിരോധമായിട്ടാണ് കേരള ഡെവലപ്മെന്റ് എന്താണ് കേരള വികസന വിരോധാഭാസം. ഇന്ന രീതിയിൽ നമ്മൾ പല രീതിയിൽ വികസനങ്ങൾ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കേരളത്തിന്റെ അച്ചീവ്മെന്റ്സ് ആയിട്ട് പറഞ്ഞു. ഇതെല്ലാം കേരളത്തിന് പല രീതിയിലും തിരിച്ചടിയായിട്ട് വരികയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതലായിട്ട് അമിതമായ രാഷ്ട്രീയ ചിന്തകളാണ്. ഇതുകൊണ്ടാണ് കേരളത്തിൽ എന്ത് കൂടിയത്? ഇൻക്രീസിങ് സ്ട്രൈക്ക്, ഗരാവോ, ലോക്കൗട്ട് ഉണ്ടോ, ദെൻ ട്രേഡ് യൂണിയൻ ഇൻഫ്ലുവൻസ്. ഇതെല്ലാം വരുമ്പോൾ എന്താ ഉണ്ടാകുക? കേരളത്തിൽ ഇപ്പോൾ നമുക്കൊരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഒടിപിടിക്കൽ തുടങ്ങി യൂണിയനുകളൊക്കെ ചേർന്നിട്ട് സ്ട്രൈക്ക്, ഗരാവോ, ലോക്കൗട്ട്, അങ്ങനെ ഇൻഡസ്ട്രി അടച്ചുപൂട്ടി. ഇത് കേരളത്തിലെ രാഷ്ട്രീയ പിന്തുണയോടുകൂടി നടക്കുന്നതാണ്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് കേരളത്തിൽ വന്നത്. അപ്പോൾ വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിസിസം ഓഫ് കേരള മോഡൽ? ദ ഫസ്റ്റ് ഈസ് ദാറ്റ് എ കൺസ്യൂമർ സ്റ്റേറ്റ്. കേരള കൺസിഡേർഡ് ആസ് എ കൺസ്യൂമർ സ്റ്റേറ്റ് because without any production only consumption. കേരളത്തിന്റെ പ്രത്യേകത എന്താ? വിത്തൗട്ട് എനി പ്രൊഡക്ഷൻ ഓൺലി കൺസംഷൻ. കേരളത്തിൽ ഉൽപാദനം എന്നുള്ള സമ്പ്രദായം ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ? ഉപഭോഗം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അരിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആന്ധ്രാപ്രദേശിനെ ആശ്രയിക്കുന്നു. വെജിറ്റബിൾസിന് വേണ്ടി നമ്മൾ ആരെ ആശ്രയിക്കുന്നു? തമിഴ്നാടിനെ ആശ്രയിക്കുന്നു. ഇങ്ങനെ നമുക്കറിയാം, നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന അരിയാകട്ടെ പച്ചക്കറിയാകട്ടെ ഇത് ഫുൾ ഓഫ് പോയ്സൺ ആണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ചേർത്തിട്ട് ഫുള്ള്, അതായത് തമിഴ്നാടിനുള്ള പ്രത്യേക പച്ചക്കറി അതായത് ജൈവവളം യൂസ് ചെയ്തുകൊണ്ട് നമുക്കുണ്ടാകുന്ന പച്ചക്കറിയിലോ മുഴുവൻ പോയ്സൺസ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട്. ഇതുകൊണ്ടാണ് കേരളത്തിൽ പലവിധ അസുഖങ്ങൾ വരാൻ തുടങ്ങിയത്. ലിവർ സിറോസിസ്, ക്യാൻസർ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരാനായിട്ട് കേരളത്തിൽ കാണാനിടയായത്. അപ്പോൾ വൺ ഈസ് ദാറ്റ് കേരളാസ് മെയിൻ ഇമ്പോർട്ടൻസ് ഈസ് ദാറ്റ് കേരള ഈസ് എ കൺസ്യൂമർ സ്റ്റേറ്റ് വിത്തൗട്ട് എനി പ്രൊഡക്ഷൻ ഓൺലി കൺസംഷൻ. Kerala special emphasis allotted to consumption rather than production. This may adversely affect Kerala's development. That is, any income created by Keralites or our people, that is entire income used for mainly for the consumption. പ്രത്യേകിച്ച് പറയാൻ ഫോറിൻ റെമിറ്റൻസ്, അതായത് ഗൾഫിൽ നിന്ന് വരുന്ന റെമിറ്റൻസ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കോൺസ്പിക്വസ് കൺസംഷൻ. What is meant by conspicuous consumption? Spent mainly to purchase, that is luxurious articles. Spent mainly to purchase luxurious articles. ആഡംബരമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങിക്കാനായിട്ട് പണം ചെലവഴിക്കുക കേട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി, അവരെ അനുകരിക്കുന്ന രീതി. ഇതുകൊണ്ട് നമ്മൾ എന്താണ്, ഈ ആവശ്യമുള്ള വസ്തുക്കൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം മറ്റു സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വരുമാനം അങ്ങോട്ട് പോകുകയാണ്, മറ്റു സംസ്ഥാനം. ഇതാണ് കൺസ്യൂമർ സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സെക്കൻഡ് ഈസ് ദാറ്റ് ഗ്രോത്ത് റിസൾട്ടഡ് ഫ്രം ഫോറിൻ റെമിറ്റൻസ്. ഗ്രോത്ത് റിസൾട്ടഡ് ഫ്രം ഫോറിൻ റെമിറ്റൻസ്, ദാറ്റ് ഇസ് ഗൾഫ് റെമിറ്റൻസ് കൊണ്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടായി. പക്ഷേ ഈ ഗ്രോത്ത് നമ്മൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? ഓൺലി ഫോർ കൺസംഷൻ വിത്തൗട്ട് എനി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. അതായത് എൻറ്റയർ ഫോറിൻ റെമിറ്റൻസ് യൂസ് ഫോർ കൺസംഷൻ റാദർ ദാൻ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്കറിയാം, ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴും, അതായത് വ്യവസായങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരിക. ഉദാഹരണമായിട്ട് അതായത് ലൈറ്റിന്റെ ഉപകരണം, എക്യുപ്മെന്റ്സ്, ഇപ്പം എന്താണ് ബൾബായിക്കോട്ടെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും, ട്യൂബ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക?
അതായത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഇനി നമ്മുടെ വീടുകൾ ഇത് മാർബിൾ ഇടാനായിട്ട് നമ്മൾ എവിടുന്ന് കൊണ്ടുവരുന്നു? രാജസ്ഥാൻ. അപ്പം സാധനങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക? മറ്റു സംസ്ഥാനങ്ങളെ കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ പണം എങ്ങോട്ട് പോവുക? മറ്റു സംസ്ഥാനങ്ങളിലോട്ട് പോവുക. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ കാണുന്നത്. ഗ്രോത്ത് റിസൾട്ടഡ് ഫ്രം ഫോറിൻ റെമിറ്റൻസ് മെയിൻലി യൂസ് ഫോർ കൺസംഷൻ റാദർ ദാൻ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. ഒരു വ്യവസായം തുടങ്ങാനോ അതുവഴി മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനോ കൊടുക്കുന്നതിന് പകരം ഇത് പ്രധാനമായിട്ട് ഉപഭോഗ വസ്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കാം. അതുകൊണ്ടുണ്ടാകുന്ന ഗ്രോത്ത് എന്താ? മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, വെജിറ്റബിൾസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരിക, റൈസ് നമ്മൾ എന്ത് ചെയ്യാണ്? ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരിക. അപ്പം നമ്മുടെ വരുമാനം മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുന്ന ഒരു പ്രത്യേക. അപ്പം ഫോറിൻ റെമിറ്റൻസ് കൊണ്ട് കേരളത്തിന് വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഇമിറ്റേഷൻ, കോൺസ്പിക്കസ് കൺസംഷൻ, അത്തരത്തിലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളത്തിൽ രൂപം. ഇതാണ് മറ്റൊരു പോയിന്റ്. And third is that increasing inequality. Another important criticism is that increasing inequality. Here there is a big gap between rich and the poor, not only rich and the poor, among the social classes. സമൂഹങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂട്ടാനായിട്ട് കാര്യമാക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫിഷർമാന് വേണ്ടി കണ്ടോ നമ്മളൊന്നും ചെയ്യാറില്ല. ഇതുപോലെ ട്രൈബൽസിന് വേണ്ടി, അതായത് സമൂഹത്തിൽ ഉന്നതത്തിലുള്ള സ്ഥാനം അലങ്കരിക്കുന്ന അതേ പൊസിഷൻ ആർക്ക് കൊടുക്കണം? ട്രൈബൽസിനും, ഫിഷർമാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക്. അത് പലപ്പോഴും കേരളം ചെയ്യാറില്ല. ഇതുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള സെക്ഷൻസിന് മാർജിനലൈസ്ഡ് സെക്ഷൻ എന്നാണ് നമ്മൾ പറയുക. ദാറ്റ് ഈസ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ലൈക്ക് ഫിഷർമാൻ, ട്രൈബൽ പീപ്പിൾ, ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം ദ ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. ദേ ആർ exempted or they are avoided. They are neglected from the benefit of the government. സർക്കാരിൻ്റെ ബെനിഫിറ്റ്, ഇപ്പോൾ വിദ്യാഭ്യാസമായിക്കോട്ടെ, തൊഴിലവസരങ്ങളായിക്കോട്ടെ, ഇതൊന്നും മാർക്ക് കിട്ടുന്നില്ല. ഫിഷർമാൻ അല്ലെങ്കിൽ ട്രൈബൽ സെക്ഷന് അവരെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ മെയിൻ ബെനിഫിറ്റ്സ് ആർ എൻജോയ്ഡ് ബൈ റിച്ച് പീപ്പിൾ ആൻഡ് poor are they are eliminated or they are removed from the benefit. In that case it increasing the inequality, unequal distribution of income and wealth. റിച്ചും പൂറും നമ്മളെ ഗ്യാപ്പ് കൂട്ടുകയാണ്. കാരണം എല്ലാ ബെനിഫിറ്റ് ആർക്കാ കിട്ടുന്നത്? റിച്ച് സെക്ഷന്. ഈ സമൂഹത്തിൽ താഴെത്തട്ടിൽ കിടക്കുന്ന പാവങ്ങളായ ഈ മീൻപിടുത്തക്കാരെയും അതുപോലെ തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇതുകൊണ്ട് ദിസ് മേ അഡ്വേഴ്സ്ലി എഫക്ട് Kerala, that's adversely affect our development. That's another important criticism of Kerala model of development. And next is that increasing unemployment. കേരളത്തിൽ കാണുന്ന മറ്റൊന്നാണ് ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെന്റ്. നമ്മൾ 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണെന്ന് അവകാശപ്പെടുകയാണ്. അറ്റ് ദ സെയിം ടൈം മറുവശം എന്താ കാണുന്നത്? ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെന്റ്. That is one side 100% education and other side it shows that increasing unemployment. So what is the relevance of education here? വിദ്യാഭ്യാസത്തിന് എന്ത് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്? 100% സാക്ഷരതയുള്ള സംസ്ഥാനമെന്ന് അവകാശപ്പെടുകയും അതേസമയം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിൽ കാണുന്നു. ഇത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് സ്പെഷ്യൽ എംഫസൈസ് ഓൺലി ടു ദ ക്വാണ്ടിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ വിത്തൗട്ട് എനി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ക്വാളിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. വിദ്യാഭ്യാസം എല്ലാവർക്കും ഉണ്ടോ? യൂണിവേഴ്സാലിറ്റി ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, 100% സാക്ഷരത ഉണ്ടാക്കുക, പ്രാഥമിക വിദ്യാഭ്യാസം ഉദാരമാക്കുക. ഇതുകൊണ്ട് നമ്മൾ എന്ത് നേടി? നമുക്ക് എന്ത് എംപ്ലോയ്മെന്റ് കിട്ടിയത്? ഇത് ബിഗ് സീറോ ആണ്. ഡസ് നോട്ട് കൺസിഡർ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. കേട്ടോ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി, നിലവാരം ഉയർത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ 100% വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇതുകൊണ്ടാണ് വൺ സൈഡ് 100% എഡ്യൂക്കേഷൻ, അറ്റ് ദ സെയിം ടൈം അതർ സൈഡ് ഷോ ദാറ്റ് ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. വാട്ട് ഇസ് ദ റെലവൻസ് ഓഫ് കേരളാസ് എഡ്യൂക്കേഷൻ ഹിയർ? ഇതാണ് കേരള ഡെവലപ്മെന്റ് പാരഡോക്സിൽ വരുന്നത്. 100% സാക്ഷരത ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ 100% എംപ്ലോയ്മെന്റ് കിട്ടിയിരിക്കണം. ഇവിടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത്. ഇതുകൊണ്ട് എന്ത് റെലവൻസ് ആണ് കേരള ഡെവലപ്മെന്റ് മോഡലിലുള്ളത് അല്ലെങ്കിൽ കേരള മോഡലിലുള്ളത്? ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ നെഗ്ലെക്റ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അത് ഞാനിവിടെ പറഞ്ഞു. സ്പെഷ്യൽ എംഫസൈസ് ഓൺലി ടു ദ പ്രാക്ടിക്കബിലിറ്റി ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, ഡസ് നോട്ട് സ്പെഷ്യൽ എംഫസൈസ് ടു ഹയർ എഡ്യൂക്കേഷൻ. നെഗ്ലെക്ട് ഹയർ എഡ്യൂക്കേഷൻ.
അതായത് നമ്മുടെ ഉയർന്ന ഉണ്ടോ ഇത്തരം ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ തള്ളിക്കളയാണ്. എന്തിനു മാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസം. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം സിവിൽ സർവീസ് ആയിക്കോട്ടെ, ഉയർന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലുള്ള ജോലികളൊന്നും കേരളത്തിൽ കിട്ടാറില്ല. കാരണം അത് മറ്റ് സ്റ്റേറ്റുകളാണ് അതിനുവേണ്ടി, ഇപ്പോൾ ബീഹാർ ആയിക്കോട്ടെ അല്ലേ, ബംഗാളിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് സിവിൽ സർവീസിലൊക്കെ വരുന്നത്. കേരളത്തിലുള്ള ആൾക്കാർ അതില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എണ്ണത്തിൽ കൂട്ടുക അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടോ മേന്മയിൽ നമ്മൾ യാതൊരു ശ്രദ്ധയും പതിപ്പിക്കുന്നില്ല. ഇതുകൊണ്ടാണ് നെഗ്ലക്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഓൺലി സ്പെഷ്യൽ എംഫസൈസ് ടു പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി, അല്ലാതെ ഹയർ എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുത്തില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പല ഉയർന്ന മേഖലകളിൽ നമ്മൾ അതായത് താഴ്ന്നു പോകുന്നത്. താഴ്ന്ന ജോലികളെ കേരളത്തിലുള്ളവർക്ക് കിട്ടുന്നുള്ളൂ. ഇതുകൊണ്ടാണ് വി ആർ നെഗ്ലക്ട് ദ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ എംഫസൈസ് ഓൺലി ടു ദ പ്രൈമറി എഡ്യൂക്കേഷൻ. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിസിസം. ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് ജെൻഡർ ഇക്വാളിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞ അല്ലെ 100% ഇക്വാളിറ്റി ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ദിസ് ഈസ് ഓൺലി ഇൻ തിയറി. പ്രാക്ടിക്കലി ഇറ്റ് ഷോ അട്ടർ ഫെയിലിയർ. ജെൻഡർ ഇക്വാളിറ്റി അതായത് സ്ത്രീ പുരുഷ സമത്വം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഓൺലി ഇൻ തിയററ്റിക്കൽ സൈഡ്, ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഷോ അട്ടർ ഫെയിലിയർ. അല്ലെ പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വെറും ഫെയിലിയർ ആണ്. കാരണം സിവിൽ സർവീസിൽ സ്ത്രീകൾ കിട്ടിയതായിട്ട് വളരെ കുറവ്. ഈ അടുത്ത കാലത്താണ് മീര എന്ന് പറഞ്ഞ കുട്ടി കിട്ടിയത് കണ്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ ഈ പറഞ്ഞ ഇക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിലും ജോലിയിലൊക്കെ നമ്മൾ കാണണം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ഉയർന്ന പൊസിഷൻസ് ഒക്കെ ആര് കൈവച്ചിരിക്കുകയാണ്? പുരുഷന്മാർ. ഇതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, ഹയർ ജോബ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹയർ പൊസിഷൻസ് ആർ പൊസസ്ഡ് ബൈ മെയിൽ സെക്ഷൻ റാദർ ദാൻ ഫീമെയിൽ. സോ വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് gender equality? Gender equality only in theoretical side, practically it show utter failure. That's another important criticism of Kerala model. And next is that aging population. This is another important paradox here. There are so many schemes are taken by the government to improve the status of old age section. കേട്ടോ, പെൻഷൻ സ്കീമുകളായിക്കോട്ടെ, ഓൾഡ് ഏജ് ഗ്രൂപ്പിന് പെൻഷൻ സ്കീമുകളായിക്കോട്ടെ, പല സ്കീമുകളും സർക്കാർ ആവിഷ്കരിച്ചു. എ ലാർജ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ഓർഡർ ടു പ്രൊവൈഡിങ് ദീസ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ലൈക്ക് ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എക്സെട്ര. ദിസ് മേ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ഏജിംഗ് ഗ്രൂപ്പ്. അതായത് പ്രായമുള്ളവരെ സൃഷ്ടിക്കാനാണ് ഇതുകൊണ്ട് സാധിച്ചത്. ദേ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദി ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് പ്രായമുള്ള ആൾക്കാരെ സാമ്പത്തിക വികസനത്തിന് ഒന്നും കൊടുക്കുന്നില്ല, എന്നാൽ ഇവർക്ക് വേണ്ടി സർക്കാർ കോടിക്കണക്കിന് പണം ചെലവഴിക്കുന്നു. മാത്രമല്ല, ഇൻക്രീസിംഗ് ദ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് കേരള ഇറ്റ് ക്രിയേറ്റഡ് ലയബിലിറ്റി ടു അവർ ഗവൺമെന്റ്. ഇൻക്രീസിംഗ് ദ ലൈഫ് എക്സ്പെക്ടൻസി അതായത് ദീർഘകാല ആയുസ് കൂടിയതോടുകൂടി, ആയുർദൈർഘ്യം കൂടിയതോടുകൂടി ഇറ്റ് ക്രിയേറ്റ് ലയബിലിറ്റി. സർക്കാരിനൊരു ബാധ്യതയാണ് എ ലാർജ് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ദ ഫോം ഓഫ് ഓൾഡ് ഏജ് പെൻഷൻ. ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിസിസം ദറ്റ് ഇസ് നോൺ ആസ് കേരള മോഡൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇതാണ് പാരഡോക്സ് ആയിട്ട് നമുക്ക് പറയാം. ഇത് കേരള ഡെവലപ്മെന്റ് പാരഡോക്സ്. ഗവൺമെന്റ് സ്പെൻഡ് ലാർജ് എമൗണ്ട് ഓഫ് മണി ഫോർ ദ വെൽഫെയർ സ്കീംസ് ഓർ ഓൾഡ് ഏജ് സെക്ഷൻ. ഇറ്റ് ഇൻക്രീസ് ദ ലയബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ്. സോ വെൽഫെയറിന് വേണ്ടി സ്കീം എടുത്തു, വെൽഫെയർ കൊണ്ടുവരാൻ വേണ്ടി സ്കീം എടുത്തു, അതായത് ഓൾഡ് ഏജ് പെൻഷൻ കൊടുത്തു. ഇതുകൊണ്ട് സർക്കാരിന് എന്താ ഉണ്ടായത്? ഒരു ഗ്രൂപ്പിനെ, ഈ ഓൾഡ് ഏജ് സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗതികേടാണ്. മാത്രമല്ല, കോടിക്കണക്കിന് പണമാണ് സർക്കാർ എന്തിന് ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഹെൽത്തിന് കൂടുന്നതനുസരിച്ച് ആയുർദൈർഘ്യം കൂടുകയാണ്. തന്മൂലം സർക്കാർ അവരെ പോറ്റാനായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗതികേട് സർക്കാർ. ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്ക് ഓർ കേരള ഡെവലപ്മെന്റ് പാരഡോക്സ്. And next is that brain drain. Brain drain എന്ന് പറഞ്ഞാൽ എന്താ? A large amount of money spent for the education purpose, but at the same time they are migrated to other countries, mainly the Gulf countries. So their education or their practices are mainly എന്താണ് taken by other country or enjoyed by other countries. Large amount of money spent by the government in order to make a doctor or engineer. At the same time, their services are enjoyed by other country or other state. This may creating brain drain. അതായത് നമ്മുടെ എന്താണ് ഇത്തരത്തിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരെയും നേഴ്സുമാരെയും നമ്മൾ സൃഷ്ടിക്കാനായിട്ട് ഗവൺമെന്റ് സ്പെൻഡ് എ ലാർജ് എമൗണ്ട് ഓഫ് മണി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അവരിവിടെ നിൽക്കാതെ അവർക്ക് കൊടുക്കാനായിട്ട് തൊഴിലവസരങ്ങളില്ല. സോ ദേ ആർ ലയബിൾ ടു മൈഗ്രേറ്റ്
other countries or other state. So here there is simply the transfer of their skill and experience, that is they are enjoyed by other people or which are existed in other country. കണ്ടോ, അവര് മറ്റ് രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ വിളിക്കുക ബ്രെയിൻ ഡ്രെയിൻ. നമ്മളിൽ നിന്ന് പണം അങ്ങോട്ട് പോകും, ദാറ്റ് ഇസ് നോൺ ആസ് ഇക്കണോമിക് ഡ്രെയിൻ. ഇൻ ദ സെയിം വേ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള പ്രഗത്ഭരായ വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കോടിക്കണക്കിന് പണമാണ് സർക്കാർ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നിട്ട് അവരുടെ സേവനം ആരുപയോഗിക്കുന്നു? വിദേശ രാജ്യത്തുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ഉണ്ടായത്? നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും കിട്ടിയോ? ദാറ്റ് ഇസ് നോൺ ആസ് ബ്രെയിൻ ഡ്രെയിൻ. ആൻഡ് ലാസ്റ്റ് ഈസ് ദാറ്റ് these are the main important drawbacks or criticism of Kerala model. Appo if you got a question like critically evaluate Kerala model or Kerala development paradox, you liable to answer in this way. That is, here there is a consumer state, growth resulted from foreign remittance, increasing inequality, low level of industrial growth, increasing unemployment, neglect of higher education, gender equality, aging population, brain drain. These are the main drawbacks here. So now we conclude here. If you got a question like critically evaluate Kerala model, that is, you definitely explain in this way. What about the criticism? In the same way, Kerala development paradox ചോദിച്ചാലും നിങ്ങൾ ഇതിലെ ക്രിറ്റിസിസം കാണിക്കണം. ഇപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ 2020 കണ്ടത്. 17 18 അത് രസമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് കേരള മോഡൽ എന്ന് പറഞ്ഞ ക്രിറ്റിസിസം